പരിപാലിക്കുന്നുണ്ട് എങ്കിൽ കാലികളെയും നന്നായിട്ട് പരിപാലിച്ചുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ പോകുന്നത്. പഴയ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് പറ്റില്ല, അത് നിരോധിച്ചുകൊണ്ട് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നല്ല ബീഫ് തന്നെയായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ എന്തിനാണ് പിന്നെ അവിടെ കശാപ്പിനായി വിൽക്കാൻ പാടില്ല, വളർത്തുന്നതിനും കാർഷിക ആവശ്യത്തിനും വേണ്ടി മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ എന്ന ചട്ടം കൊണ്ടുവരുന്നത്? അതാണ് സംശയത്തിന് ഇട നൽകുന്നത്. ഈ ഗോവധ നിരോധന നിയമം, ബീഫ് നിരോധനം, ഇത് നടപ്പിലാക്കുക എന്ന ഉദ്ദേശ്യം, മറഞ്ഞിരിക്കുന്ന ഉദ്ദേശ്യം ഈ ഉത്തരവിലുണ്ട് എന്ന്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ട്രാൻസ്പോർട്ട്, സ്ലോട്ടർ, ഈ രണ്ട്, അതായത് കന്നുകാലികളെ സ്ലോട്ടർ ചെയ്യാനും ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉള്ള കാര്യങ്ങളിൽ വ്യക്തതയുള്ള ചട്ടങ്ങളുണ്ട്. ഇല്ലാത്തത് മാർക്കറ്റിങ്ങിലാണ്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, കശാപ്പിനായി മാർക്കറ്റിലേക്ക് വരുന്ന കന്നുകാലികളെ ബാധിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ പ്രത്യേകം എടുത്ത് അത് നിയമജ്ഞർ പിന്നീട് വ്യാഖ്യാനിക്കേണ്ടതാണ്. മാർക്കറ്റ് വഴി അല്ലാതെ കന്നുകാലികളെ ഇത്രയും ലാർജ് സ്കെയിലിൽ അല്ലാതെ കൊണ്ടുവന്നാൽ കശാപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, മാർക്കറ്റുകളിൽ കശാപ്പിനല്ലാതെ എത്തുന്ന ആനിമൽസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്നും കാണാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും പൊതുവേ കന്നുകാലികളുടെ സംസ്ഥാന അന്തര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ അവയ്ക്ക് വളരെയേറെ പ്രയോജനവും കുറേ കൂടി പെയിൻലെസ്, ക്രൂവൽറ്റി കുറയാനും സാധ്യതയുള്ള ചില ഭാഗങ്ങൾ ഈ നിയമത്തിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ വ്യാപാരവും അത് സംബന്ധിച്ചുള്ള മറ്റ് ഭാഗങ്ങളെയും പറ്റി നമ്മൾ ആലോചിക്കാതിരുന്നാൽ ഇത് വളരെ പോസിറ്റീവായി ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ പ്രയോജനമുള്ള ഒരു നിയമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ പി.സി. വിഷ്ണു, അത് ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുകയുണ്ടായി. കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് കർണാടകത്തിൽ. ഇത്തരത്തിലുള്ള ഉത്തരവ് വന്നപ്പോൾ അത് എങ്ങനെ നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികൾ ഉണ്ട്. ഈ രീതിയിലുള്ള പ്രതികരണമായിരുന്നു കർണാടകത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭാഗികമായിട്ട് ഗോവധ നിരോധനം നിലവിലുള്ള ഒരു സംസ്ഥാനം കൂടിയാണല്ലോ കർണാടകം. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഉത്തരവ് തള്ളിക്കളയുക എന്നത് തന്നെയാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇത് വലിയ രീതിയിൽ ഇപ്പോൾ കർണാടകത്തിൽ നിന്നാണ് കേരളത്തിലേക്ക് ധാരാളമായിട്ട് കന്നുകാലികളെ കൊണ്ടുവരുന്നത്. ഇനി ഈ ഉത്തരവ് നടപ്പിലാക്കുകയാണെങ്കിൽ കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടും. പക്ഷേ രണ്ട് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കേരളത്തിൻ്റെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ്, ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരിലെ പല മന്ത്രിമാരും വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾ ഈ ഒരു ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പരസ്പരമായ ഒരു ധാരണയിലൂടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനമാണോ വരാൻ പോകുന്നത്? അതായത് ഈ ഉത്തരവ് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന വാശി. ഒരു ഫെഡറൽ സ്റ്റേറ്റിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കാൻ തുനിഞ്ഞാൽ അത് ഇന്ത്യ പോലൊരു രാജ്യത്ത് സൃഷ്ടിക്കാൻ പോകുന്ന അസൗകര്യങ്ങളും അപകടങ്ങളും വളരെ വലുതാണ് എന്നുള്ളതാണ് ഇത്തരം തീരുമാനങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം. എന്തുകൊണ്ട് ഈ വിജ്ഞാപനം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടി പരിശോധിക്കുമ്പോഴേ ഇത് പൂർണ്ണമാകുകയുള്ളൂ. കാരണം പുതിയ ദേശീയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ദേശീയ ഗവൺമെൻറ്റിനെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ അവർ രാജ്യത്ത് പശുവിനെ ഒരു രാഷ്ട്രീയ ഉപകരണമായി കൊണ്ടുവരികയാണ്. അത് അവർ പശുവിനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല, അതിനെ വെച്ചുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി പോലും അത് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് മുഹമ്മദ് അഖ്ലാഖ് രക്തസാക്ഷിയാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ രാജസ്ഥാനിൽ, മധ്യപ്രദേശിലുമൊക്കെ ആളുകളെ പരസ്യമായി ഇതിൻ്റെ പേരിൽ ആക്രമിക്കുന്നത്. ഗുജറാത്തിലെ ഉനായിൽ ദളിത് സഹോദരങ്ങളെ ആക്രമിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പശുവിനെ ഒരു വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമായി, സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ഒരു കാര്യമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു വിജ്ഞാപനം കൊണ്ടുവരുന്നത്. വളരെ അപകടമില്ലാത്ത രൂപത്തിൽ പരിസ്ഥിതി മന്ത്രാലയത്തെ കൊണ്ടൊരു വിജ്ഞാപനം ബഹുമാനായ ശ്രീ രാധാകൃഷ്ണ മേനോൻ അതിൻ്റെ മറ്റു കാര്യങ്ങൾ സൂചിപ്പിച്ചെങ്കിലും അത് ആത്യന്തികമായി എവിടെയാണ് ചെന്ന് എത്തി നിൽക്കുന്നത്? ഒരു വ്യക്തി എന്ത് കഴിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. അതിന് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും രൂപത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്ലോട്ടർ ഹൗസുകൾ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് ഈ രൂപത്തിൽ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച ശ്രീ എ ജി ബാബു സൂചിപ്പിച്ചതുപോലെ
അപകടകരമായ രൂപത്തിൽ എന്തെങ്കിലും കച്ചവട താല്പര്യത്തോടു കൂടി മറ്റ് കാര്യങ്ങൾ ഇതിന്മേൽ ഇൻജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നെങ്കിൽ അത് തടയാനുള്ള നടപടി സ്വീകരിക്കാം. ഇത് വളരെ ശുചിത്വത്തോടു കൂടി നടത്താൻ ആധുനികമായിട്ടുള്ള സ്ലോട്ടർ ഹൗസുകൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. അല്ലാതെ ഒരു വ്യക്തിയുടെ പൗരൻ്റെ ഇൻഡിവിജ്വൽ ചോയ്സിനെ ഗവൺമെൻറ് തീരുമാനിക്കാൻ ഇടവരുന്ന തരത്തിലേക്കുള്ള വിജ്ഞാപനങ്ങൾ വരുമ്പോൾ, ഒന്ന്, അത് സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാതെ വരും ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ. കർണാടക മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, പശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. അതേസമയം തന്നെ അവിടുത്തെ പൗരൻ എന്ത് കഴിക്കണമെന്നുള്ള അവകാശത്തെ സംരക്ഷിക്കാൻ ആ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഇപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തന്നെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് പ്രകാരമാണ്. ഇതെങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ലംഘിക്കാൻ കഴിയും? ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ളതല്ലല്ലോ. ഇപ്പോൾ ഗോവധ നിരോധനം നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനങ്ങൾ തീരുമാനിക്കേണ്ടി വരും. സുപ്രീം കോടതിയും ഈ രീതിയിലുള്ള ഉത്തരവ് നൽകിക്കഴിഞ്ഞു അടുത്തിടെ. പക്ഷേ ഈ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960 ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. കേന്ദ്ര സർക്കാരിന് അത് പ്രകാരമുള്ള ചട്ടങ്ങൾ കാലാകാലങ്ങളിൽ കൊണ്ടുവരുവാനും പറ്റും. അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഈ 2017 മെയ്യിലെ ഉത്തരവിലൂടെ. മഞ്ജുഷ്, സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചാൽ അതിനെ നിയമപരമായി തന്നെ നേരിടാനുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും. ശരി, ശ്രീ M.A. ജിഗേഷ്, ഇപ്പോൾ കന്നുകാലികൾക്കെതിരായ ക്രൂരത തടയാനാണോ അടുക്കളയിൽ എത്തി നോക്കാനാണോ മോദിയുടെ ഈ വാർഷിക സമ്മേളനം എന്ന ചോദ്യമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. ഗോവധ നിരോധനം നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളെ ഈ ഉത്തരവിലൂടെ കാൽക്കീഴിലെത്തിക്കുക, ഇതാണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ശ്രീ ബി രാധാകൃഷ്ണൻ മേനോൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തവും കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളതുമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എൻവിറോൺമെൻറ്റ് മിനിസ്റ്റർ ഹർഷവർദ്ധൻ അല്പം മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ചെറിയ ബൈറ്റിൽ അദ്ദേഹം പറയുകയുണ്ടായി. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് ഈ ചട്ടങ്ങളുടെ അമെൻമെൻറ്റ്സ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന്, കന്നുകാലികളുടെ മാർക്കറ്റുകളെയും കന്നുകാലികളുടെ വിൽപ്പനയെയും നിയന്ത്രിക്കുക എന്നുള്ളതും, ഈ നിയന്ത്രണത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുള്ള ഇപ്പോഴത്തെ അധികാരത്തിന് മുകളിലായി കേന്ദ്രത്തിന് ഒരു അധികാരം നൽകുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും ഇത് ഫെഡറൽ സങ്കല്പങ്ങൾക്ക് അതീതമായിട്ട് ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത് തീർച്ചയായിട്ടും സ്റ്റാറ്റ്യൂട്ടറി മോഷൻ വഴി പാർലമെൻറ്റിൽ ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ചട്ടമാണ്. ഈ എക്സിക്യൂട്ടീവിൻ്റെ പാർലമെൻറ്റിനെ മറികടന്നുകൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടീവിനുള്ള ഒരു ലെജിസ്ലേറ്റീവ് പവറിനെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു നിയമമാണ്. പക്ഷേ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ 3ാം വാർഷികത്തിൻ്റെ ചർച്ചയിൽ കൂടി 1.25 ലക്ഷം തൊഴിലുകൾ മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി വന്നാൽ അത് പ്രധാനമായിട്ടും 3 സെക്ടറുകളെ ബാധിക്കും. ഒന്ന്, നമ്മുടെ അഗ്രികൾച്ചർ മേഖല. 2, നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് ഈ പറയുന്ന പോലെ ആനിമൽ ഹസ്ബൻഡറി മേഖല. 2, നമ്മുടെ വ്യവസായങ്ങൾ. 3, നമ്മുടെ ആരോഗ്യം. ഇതെങ്ങനെ 3 രീതിയിലാണ്. ഒന്ന്, അഗ്രികൾച്ചറിൽ ഇത് ബാധിക്കുന്നത് ഇപ്പോൾ പല സ്റ്റേറ്റുകളിലും രാജസ്ഥാൻ പോലെ മധ്യപ്രദേശ് പോലെ വൻതോതിൽ കന്നുകാലി സമ്പത്തുള്ള സംസ്ഥാനങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ പ്രായമായ കറവ പറ്റിയ കന്നുകാലികളെ സംരക്ഷിക്കാനായി യാതൊരുവിധ ചുറ്റുപാടുകളോ ഇല്ല പൊതുവെ കർഷകർക്ക്. 100 മുതൽ 300 രൂപ വരെയാണ് ഒരു പശുവിനെ നിലനിർത്തുന്നതിന് വേണ്ടി കർഷകന് ചിലവാക്കേണ്ടി വരിക, കറവ പറ്റിയൊരു പശുവിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സർക്കാർ ഒരുപാട് ഗോശാലകൾ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഗോശാലകളൊന്നും ഗ്രൗണ്ടിൽ അത് അങ്ങനെ ഒരു വസ്തുതകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കർഷകർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 100 മുതൽ 300 രൂപ വരെ ചിലവഴിക്കാനില്ലാത്തത് കൊണ്ട് അവർ ഈ കന്നുകാലികളെ അബാൻഡൻ ചെയ്യുകയാണ്. അബാൻഡൻ ചെയ്യുകയും ഈ
കന്നുകാലികൾ ഒരു കൂട്ടമായി പലപ്പോഴും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയെ തന്നെ പല രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ്. പലരും പഠനങ്ങൾ വന്നു കഴിഞ്ഞു, രാജസ്ഥാനിൽ നിന്നും പ്രത്യേകമായി പഠനം വന്നു കഴിഞ്ഞു, മധ്യപ്രദേശിൽ നിന്നും പ്രത്യേകമായി പഠനങ്ങൾ വന്നു കഴിഞ്ഞു. കാരണം ഈ കറവ വറ്റിയ പശുക്കളെ അറക്കാൻ കൊടുക്കുക എന്നുള്ളത് വർഷങ്ങളായി, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു എന്താ പറയുക, ഒരു സമ്പ്രദായമാണ്. അതിനെ തകർക്കപ്പെടും. ഇപ്പോൾ ഒരു കേവലമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അതിനെ തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് അഗ്രികൾച്ചർ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രശ്നം. രണ്ട്, ഇൻഡസ്ട്രി. ഈ കന്നുകാലി വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കന്നുകാലി എക്സ്പോർട്ട് മാത്രം, പോത്ത് മാത്രം, ബുഫല്ലോ എക്സ്പോർട്ട് മാത്രം ഏതാണ്ട് 26,000 കോടി രൂപയുടെ ബിസിനസ്സാണ്. ഈ കന്നുകാലി മറ്റിപ്പോൾ ഏതാണ്ട് അതിൻ്റെ 3 ഇരട്ടി വരും അതിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം കോടി രൂപയുടെ വലിയ വ്യവസായമാണ്. ഉത്തർപ്രദേശിൽ മാത്രം 3 കോടി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിയുന്നുണ്ട്, അവരെ ബാധിക്കും. അതുപോലെ തന്നെ ഇതിനുമായിട്ട് ചേർന്ന വ്യവസായങ്ങൾ, ഒന്ന് ലെതർ ഇൻഡസ്ട്രി. ലെതർ ഇൻഡസ്ട്രിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലെതർ ഇൻഡസ്ട്രിയിൽ ഏതാണ്ട് 25 ലക്ഷം ആളുകൾ, അതിൽ 42% ആളുകളും തമിഴ്നാട്ടിലാണ്, 26% ആളുകൾ ഉത്തർപ്രദേശിലാണ്. 25 ലക്ഷം ആളുകളുടെ തൊഴിലിനെ അത് നേരിട്ട് ബാധിക്കും. മൂന്നാമത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ജീവൻ രക്ഷാ മരുന്നുകൾ മുതൽ ടൂത്ത് പേസ്റ്റ് വരെയുള്ളവരുടെ കണ്ടന്റ് ആയിട്ടുള്ള ജെലാറ്റിൻ എന്നുള്ളത് ഈ മൃഗങ്ങളുടെ അറവിന് ശേഷം കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ ജെലാറ്റിൻ ഉപയോഗിക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ എന്താ പറയുക, ഒരു ഉപോൽപ്പന്നമാണ് ഈ ജെലാറ്റിൻ. അപ്പോൾ ഈ ജെലാറ്റിൻ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയെ ബാധിക്കും. അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പരിപ്പിന് 200 രൂപ വരെ കൊടുക്കേണ്ടുന്ന പരിപ്പ് പല ആളുകളുടെയും മാൽന്യൂട്രീഷനെ അകറ്റി നിർത്തുന്നത് ഈ പറയുന്ന മീറ്റാണ്. ഇപ്പോൾ അത് ഇല്ലാതെ വരുന്നത് ആളുകൾക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിലുണ്ടാക്കുക, നമ്മുടെ മരുന്ന് വിപണിയെ ബാധിക്കുന്നു, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിക്കുന്നു. ശരി ജിഗേഷ്, ഞാൻ ഇടപെടുകയാണ്. ഈ ഒരു ഉത്തരവ് വഴി ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ, വ്യാവസായികമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതാണ് ജിഗേഷ് ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ ഒരു വലിയ രാഷ്ട്രീയ നീക്കം നടത്തുകയാണ് BJP. ഇപ്പോൾ RSS അജണ്ട നടപ്പാക്കുകയാണ് BJP ഈ ഉത്തരവിലൂടെയെന്ന്, ഗോസംരക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ്. ഇങ്ങനെ ഒരുപാട് വിലയിരുത്തലുകൾ ഇതിലൂടെ വരികയാണ്. ശ്രീ B. രാധാകൃഷ്ണ മേനോൻ, എന്തായാലും ഇപ്പോൾ കുമ്മനം രാജശേഖരൻ ഇന്ന് പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു, കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കന്നുകാലികളെ വിൽക്കരുത്, ഇതാണ് ഈ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന്. സംസ്ഥാന BJP നേതൃത്വത്തിന് പോലും ഇത് ബോധ്യമായിട്ടില്ല. ഈ ഉത്തരവ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന്. അല്ല, ഇവിടെ മഞ്ജുഷേ, ഇതിനെ സംബന്ധിച്ച് ഇത് നമ്മൾ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടാക്കിയതുപോലെ ഒരു ആശങ്ക വരുത്താനുള്ള പരിശ്രമത്തിനപ്പുറത്ത് ഈ ആരോപണത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം പരിസ്ഥിതി മന്ത്രാലയം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്തിനാണ്? നമ്മൾ ലോകം മുഴുവൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നേരിടുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ കന്നുകാലികളെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, തമിഴ്നാട്ടിൽ നിന്ന് കാലിയെ ഇവിടെ കൊണ്ടുവരുന്ന സ്ഥിതിയാണ്. ഗവൺമെൻറ് തന്നെ 32,000 രൂപ സബ്സിഡി കൊടുത്തിട്ട് 50,000 രൂപയ്ക്ക് മേടിക്കുന്ന പശുവിന് 32,000 രൂപ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാലേ കൊടുക്കൂ. അപ്പോൾ ഓരോ പ്രദേശത്തും കന്നുകാലികൾ ഇല്ലാതാവുന്നു. അപ്പോൾ ആ കന്നുകാലികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ, അത് കാർഷിക വൃത്തിക്ക് ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ, ആ ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായും മാർക്കറ്റുകളെ രൂപീകരിക്കുന്നത്. അതല്ലാതെ സ്ലോട്ടർ ഹൗസുകളിലേക്ക് കൊണ്ടുപോകുന്നത് സ്ലോട്ടർ ഹൗസിലേക്ക് കൊണ്ടുപോകും. ഇതിൽ പറയുന്നില്ല. ഇപ്പോൾ വയസ്സായ കന്നുകാലികളെ, അസുഖം ബാധിച്ച കന്നുകാലികളെ എന്ത് ചെയ്യണം എന്ന നിർദ്ദേശം ഇതിൽ പറയുന്നില്ല. ഈ ഉത്തരവ് പ്രകാരമാണെങ്കിൽ അതും സ്ലോട്ടറിംഗിന് വിധേയമാക്കാൻ പറ്റില്ല. അല്ല, അവിടെയാണ് ഇത് ഈ വക കാര്യങ്ങളെ ഒന്നും ബാധിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം